അദ്ദേഹം പറഞ്ഞത്. കാരണം അറിയില്ല, രാഷ്ട്രീയം അറിയില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ബിസിനസ്സുകാരനാണ്. ആകാശത്ത് നിന്ന് നൂല് കെട്ടി കേരളത്തിൽ ഇറക്കിയതാണ് ബി ജെ പിക്കാർ. 3 പ്രാവശ്യം അദ്ദേഹം രാജ്യസഭാ അംഗമായപ്പോഴും ബി ജെ പി ടിക്കറ്റിലല്ല ജയിച്ചത്. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഞാൻ സാധാരണ വ്യക്തിപരമായ ആരോപണങ്ങൾ പറയുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ പ്രസ്ഥാനത്തെ നാണം കെട്ട പാർട്ടിയെന്ന് ഒരു ബി ജെ പിക്കാരെ വിശേഷിപ്പിച്ചാൽ ഞാനതിന് മറുപടി പറഞ്ഞിരിക്കും. ആകാശത്ത് നിന്ന് നൂലിൽ കെട്ടിയിറക്കിയ ബിസിനസ്സുകാരൻ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. അതാണ് എൻ്റെ മറുപടി. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. ഞങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട. രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് രാഷ്ട്രീയം പഠിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കുമില്ല, കേരളത്തിൽ ഒരാൾക്കുമില്ല. അതാണ് എനിക്കുള്ള മറുപടി. അതിപ്പോൾ നിങ്ങളോട് പറയണില്ല. ഞങ്ങൾക്കറിയാം. ഞങ്ങളോടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ 10 സീറ്റുകളിൽ CPM ദുർബലമായ അവസ്ഥയിലായതുകൊണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? NDAയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണിത്. ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞു രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് BJPയുടെ B ടീമാണെന്ന്. ഇന്ത്യയിൽ പിണറായി വിജയൻ അല്ലാതെ ഒരാളും പറയില്ല അത്. കാരണം ഈ BJPക്കെതിരായും വർഗീയതയ്ക്കെതിരായും സംഘപരിവാറിനെതിരായും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ആർക്കാണ് ഇന്ത്യയിൽ അറിയാൻ പാടില്ലാത്ത? രാഹുൽ ഗാന്ധിയുടെ ശത്രുക്കൾ പോലും പറയോ അങ്ങനെ അദ്ദേഹം പോരാട്ടം നടത്തുന്നില്ല? അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത്. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ആക്രമണമാണ് അവർ അയച്ചുവിടുന്നത്. അവരുമായിട്ട് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇവിടെ ഇന്ത്യയിലെ എല്ലാ BJP ഇതര സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ സെറ്റിൽമെൻറ്റാണ്. ഇവിടെ തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ ഇബ്രാഹിം കുഞ്ഞിനെ ജയിലിലടയ്ക്കാൻ നോക്കിയതാണ്. തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ 150ഓളം സ്ഥലങ്ങളിൽ ഹൈവേ പൊളിഞ്ഞു വീണ്. ഈ സർക്കാരിന് ഒരു പരാതിയും കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ല. ഒരു പരാതിയില്ല. ഇവർ പാലം പൊളിഞ്ഞു വീണ് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ മന്ത്രിയെ കാണാൻ പോയ ലാമാടപ്പെട്ടിയായിട്ടാണ് സമ്മാനമായിട്ട്, പരാതിയായിട്ടല്ല, ലാമാടപ്പെട്ടി പ്രത്യേക സമ്മാനം. ആറന്മുള കണ്ണാടി എന്തോ ലാമാടപ്പെട്ടിയിൽ വെച്ചിട്ടുണ്ട് കൊണ്ടുപോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും എവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കണം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കൊക്കെ ഡൽഹിയിൽ ചെല്ലുമ്പോൾ 90 ഡിഗ്രിയിൽ കുനിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇരട്ടച്ചങ്കൊന്നും ഇല്ലാതാണ്. മനസ്സിലായില്ല. കോംപ്രമൈസാണ്, അവിഹിതമായ ബാന്ധവമാണ് BJPയുമായിട്ട്. ഞങ്ങളെ ഒന്നും ബാധിക്കില്ല. ഞങ്ങൾ ഇപ്രാവശ്യം അതിനെയെല്ലാം മറികടന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി, ജനം അതിശക്തമായി ആഗ്രഹിക്കുന്നു, ഈ സർക്കാരിനെ താഴെ ഇറക്കണം.